നമസ്കാരം. പ്രധാന വാർത്തകൾ ആദ്യം. ഡൽഹിയിൽ മിന്നൽ സമരവുമായി രാഹുൽ ഗാന്ധി. CJP സമരത്തിനിടയിലെ പെലറ്റ് ഗൺ ആക്രമണത്തിൽ പരിക്കേറ്റ യുവാവിനൊപ്പം DCP ഓഫീസിൽ പ്രതിഷേധം. രാഹുലിന്റെ പ്രതിഷേധം അപഹാസ്യമെന്ന് BJP. പെലറ്റ് ഗൺ ആക്രമണത്തിൽ പരിക്കേറ്റ സംഭവത്തിൽ FIR ഇട്ട് ഡൽഹി പോലീസ്. മുട്ടിൽ മരമുറി കേസിൽ അഗസ്റ്റിൻ സഹോദരന്മാർക്ക് തിരിച്ചടി. അധികാരപരിധി ചോദ്യം ചെയ്തുകൊണ്ടുള്ള പ്രതികളുടെ ഹർജി തള്ളി. കേസ് പരിഗണിക്കാൻ പൂർണ്ണ അധികാരമുണ്ടെന്ന് ചോറ്റാനിക്കര മജിസ്ട്രേറ്റ് കോടതി. ഈ മാസം 31-ന് പ്രതികളെ കുറ്റപത്രം വായിച്ചു കേൾപ്പിക്കും. ദേവസ്വം ക്ഷേത്രങ്ങളിലെ സ്വർണത്തിന്റെ കണക്ക് ഡിജിറ്റലൈസ് ചെയ്യണമെന്ന് മന്ത്രിക്ക് റിപ്പോർട്ട് നൽകി ദേവസ്വം സെക്രട്ടറി. സ്വർണം സ്വീകരിക്കുമ്പോഴും സ്ട്രോങ് റൂമിലേക്ക് മാറ്റുമ്പോഴും ഡിജിറ്റൽ രേഖ ഉണ്ടാകണം. സ്വർണം പൂശാനും പൊതിയാനും പുതിയ മാർഗരേഖ വേണമെന്നും ശുപാർശ. ആറന്മുള വള്ളസദ്യയുടെ പേരിൽ വൻ തട്ടിപ്പ്. വള്ളസദ്യയിൽ പങ്കെടുക്കാം എന്ന് പറഞ്ഞ് തട്ടിപ്പുകാർ ഓൺലൈൻ വഴി 500 മുതൽ 5000 രൂപ വരെ വാങ്ങിയെന്ന് കണ്ടെത്തൽ. ലോക ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിൽ മെഡൽ ഉറപ്പിച്ച് ഇന്ത്യ. വനിതകളുടെ ഡബിൾസിൽ മലയാളി താരം ട്രീസ ജോളിയും ഗായത്രി ഗോപിചന്ദും സെമിയിൽ. വിശദമായ റിപ്പോർട്ടുകളിലേക്ക്. കോക്രോച്ച് പാർട്ടിയുടെ പാർലമെന്റ് മാർച്ചിൽ പെലറ്റ് ഗൺ ഉപയോഗത്തിൽ കേസെടുക്കാത്തതിനെതിരെ പ്രതിഷേധവുമായി രാഹുൽ ഗാന്ധി. പരിക്കേറ്റ വിദ്യാർത്ഥികൾക്കൊപ്പം പാർലമെന്റ് സ്ട്രീറ്റ് പോലീസ് സ്റ്റേഷനിലെത്തിയ രാഹുൽ ഗാന്ധി കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. വിദ്യാർത്ഥി സമരത്തിലെ സംഘർഷം അന്വേഷിക്കാൻ സുപ്രീംകോടതി ഉന്നതാധികാര സമിതിയെ നിയമിച്ചിട്ടും രാഹുൽ നടത്തുന്ന പ്രതിഷേധം അപഹാസ്യമാണെന്ന് BJP പ്രതികരിച്ചു. ജൂലൈ 20-ലെ സംഭവങ്ങളിൽ FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്ന് കേന്ദ്രമന്ത്രി JP നദ്ദ പറഞ്ഞു. ഡൽഹിയിലെ മന്ദിർമാർഗ് പോലീസ് സ്റ്റേഷനിലാണ് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പെല്ലറ്റ് ഗൺ ഉപയോഗത്തിൽ പരിക്കേറ്റ വിദ്യാർത്ഥിയുമായി എത്തിയത്. പിന്നീട് DCPയെ കാണുന്നതിനായി പാർലമെന്റ് സ്ട്രീറ്റ് പോലീസ് സ്റ്റേഷനിലെത്തി. ജൂലൈ 20-ന് ഡൽഹിയിൽ നടന്ന വിദ്യാർത്ഥി പ്രതിഷേധത്തിനിടെ പെല്ലറ്റ് ഗൺ ഉപയോഗത്തിൽ പരിക്കേറ്റ സാഹിലിന്റെ പരാതിയിൽ FIR രജിസ്റ്റർ ചെയ്യണമെന്നായിരുന്നു ആവശ്യം. രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും മറ്റ് മുതിർന്ന നേതാക്കളും പോലീസ് സ്റ്റേഷന് മുൻപിൽ കുത്തിയിരുന്ന് പ്രതിഷേധം ആരംഭിച്ചു. നേരത്തെ പരാതി എഴുതി നൽകിയിട്ടും കേസെടുക്കാൻ പോലീസ് തയ്യാറായില്ലെന്നും അമിത്ഷായുടെ കീഴിലുള്ള ആഭ്യന്തര മന്ത്രാലയവും ഡൽഹി പോലീസും നീതി നിഷേധിക്കുകയാണെന്നും രാഹുൽ ഗാന്ധി ആരോപിച്ചു. एम्स की रिपोर्ट मगर क्राइम तो हुआ है क्योंकि इनके शरीर में चल रहे हैं. हम सिर्फ ये कह रहे हैं कि FIR दर्ज कीजिए. അതേസമയം രാഹുലിന്റെ പ്രതിഷേധം അപഹാസ്യവും മാധ്യമശ്രദ്ധ നേടാനുള്ള നീക്കമാണെന്നും BJP വിമർശിച്ചു. ജൂലൈ 20-ന് നടന്ന സംഭവങ്ങളിൽ പോലീസ് ഇതിനോടകം FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്ന് കേന്ദ്രമന്ത്രി JP നദ്ദ പറഞ്ഞു. വിദ്യാർത്ഥി സമരത്തിലുണ്ടായ സംഘർഷം അന്വേഷിക്കാൻ സുപ്രീം കോടതി ഇന്നലെയാണ് ഉന്നതാധികാര സമിതിയെ രൂപീകരിച്ചതെന്നും അന്വേഷണം കഴിയുന്നതുവരെ കാത്തിരിക്കാതെയുള്ള രാഹുലിന്റെ പ്രതിഷേധം അരാഷ്ട്രീയമാണെന്നും JP നദ്ദ കുറ്റപ്പെടുത്തി. राहुल गांधी जी का आज का यह धरना न तो छात्रों के लिए है और न ही न्याय के लिए है. यह कांग्रेस पार्टी की राजनीतिक हताशा का प्रतीक है. വന്ദേമാതരം വിവാദത്തിൽ നിന്ന് ജനങ്ങളുടെ ശ്രദ്ധ തിരിച്ചുവിടാനുള്ള ആസൂത്രിത നീക്കമാണ് രാഹുൽ നടത്തിയതെന്നും JP നദ്ദ പറഞ്ഞു. വന്ദേമാതരത്തെ അപമാനിച്ചതിൽ കോൺഗ്രസ് കടുത്ത വിമർശനം നേരിടുകയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. അമൃത ന്യൂസ്, ന്യൂഡൽഹി. രാജസ്ഥാനിൽ കോക്രോച്ച് ജനതാ പാർട്ടി നേതാക്കൾക്ക് നേരെ ആക്രമം. ജയ്പൂരിൽ സ്കൂൾ സന്ദർശിക്കാനെത്തിയ അശുതോഷ് രംഗ ഉൾപ്പെടെയുള്ളവരെയാണ് ആക്രമിച്ചത്. കുട്ടികളുടെ കാര്യം ഞങ്ങൾ നോക്കിക്കൊള്ളാമെന്നും പുറത്തുനിന്നെത്തിയ കോക്രോച്ച് പാർട്ടി പ്രവർത്തകരാണ് പ്രശ്നമുണ്ടാക്കിയതെന്നും ഗ്രാമവാസികൾ പറഞ്ഞു. അശുതോഷിനെ ആക്രമിച്ചതിന് പിന്നിൽ BJP പ്രവർത്തകരാണെന്ന് അഭിജിത് ദീപ്കെ പ്രതികരിച്ചു. രാജസ്ഥാനിൽ ജയ്പൂരിൽ രാംപുര കൻവാർപുര ഗ്രാമത്തിലായിരുന്നു സംഭവം. സ്കൂൾ ടീക്കരോ എന്ന പ്രചാരണത്തിന്റെ ഭാഗമായി താൽക്കാലിക ഷെഡിൽ പ്രവർത്തിക്കുന്ന സ്കൂൾ സന്ദർശിക്കാനെത്തിയ അശുതോഷ് രംഗ ഉൾപ്പെടെയുള്ള കോക്രോച്ച് ജനതാ പാർട്ടി നേതാക്കളെ ഗ്രാമത്തിലുണ്ടായിരുന്നവർ തടയുകയും ആക്രമിക്കുകയും ചെയ്തു. വാഹനത്തിനും കേടുപാടുകൾ സംഭവിച്ചു. മുൻകൂർ അനുമതിയില്ലാതെ പുറത്തുനിന്നുള്ളവർ സ്കൂളിൽ പ്രവേശിക്കരുതെന്ന് രാജസ്ഥാനിലെ വിദ്യാഭ്യാസ വകുപ്പ് ഉത്തരവിറക്കിയിരുന്നു. സർക്കാരിന്റെ വീഴ്ചകൾ തുറന്നു കാണിക്കുന്നവരെ ആക്രമിക്കുകയാണെന്നും അശുതോഷ് രംഗയ്ക്ക് നേരെയുള്ള അക്രമത്തിന് പിന്നിൽ BJP ആണെന്നും CJP സ്ഥാപകൻ അഭിജിത് ദീപ്കെ ആരോപിച്ചു. और इन लोगों ने, इन गुंडों ने, BJP के गुंडों ने आशुतोष और उनकी पूरी टीम पर हमला किया, उन पर पत्थरबाजी की. एक वॉलंटियर का हाथ भी टूटा है
जैसे ही कोई इनकी सरकार का जो फेलियर है वो एक्सपोज कर दे, तब इन लोगों को तकलीफ होती है और फिर ये ऐसे गुंडों की तरह आते हैं झुंड में और हमले करते हैं। കുട്ടികളുടെ കാര്യം ഞങ്ങൾ നോക്കിക്കോളാമെന്നും പുറത്തുനിന്നെത്തിയ കോക്രോച്ച് പാർട്ടി പ്രവർത്തകരാണ് പ്രശ്നമുണ്ടാക്കിയതെന്നുമായിരുന്നു ഗ്രാമവാസികളുടെ വാദം. सीजेपी वालों ने यहाँ पे आके विरोध कर रहे हैं, भाई हम इनको वो करेंगे, तोड़ेंगे, तो हमारे तोड़ने नहीं दे रहे, और जबकि पैसे पास हो चुके हैं इसके, और बच्चे हैं जो दूसरों के घरों में जाके पढ़ते हैं, चारा है बाड़ा है उनमें जाके पढ़ रहे हैं. കോൺഗ്രസും BJPയും ഉൾപ്പെടെ എല്ലാ പാർട്ടിക്കാരും ഇവിടെ ഉണ്ടെന്നും ഗ്രാമത്തിലുള്ളവർ പ്രതികരിച്ചു. സ്കൂളിന്റെ അറ്റകുറ്റപ്പണിക്കുള്ള ഫണ്ട് ഇതിനകം അനുവദിച്ചതാണെന്നും അനാവശ്യമായി പ്രശ്നമുണ്ടാക്കരുതെന്നും സ്കൂളിന്റെ പരിസരത്തുള്ളവർ പറഞ്ഞു. അമൃത ന്യൂസ്, ന്യൂഡൽഹി. ദേവസ്വം ക്ഷേത്രങ്ങളിലെ സ്വർണത്തിന്റെ കണക്ക് ഡിജിറ്റലൈസ് ചെയ്യണമെന്ന് ശുപാർശ ചെയ്ത് മന്ത്രിക്ക് റിപ്പോർട്ട് നൽകി ദേവസ്വം സെക്രട്ടറി രാജമാണിക്യം. സ്വർണം വാങ്ങുമ്പോഴും സ്ട്രോങ് റൂമിലേക്ക് മാറ്റുമ്പോഴും ഡിജിറ്റൽ രേഖ ഉണ്ടായിരിക്കണം. സ്വർണം പൂശാനും പൊതിയാനും പുതിയ മാർഗരേഖ വേണം. എല്ലാ ദേവസ്വങ്ങളിലും ഈ സംവിധാനം ഉണ്ടാകണമെന്നും മന്ത്രി കെ മുരളീധരൻ നൽകിയ റിപ്പോർട്ടിൽ ശുപാർശ ചെയ്യുന്നു. മുട്ടിൽ മരമുറിയുമായി ബന്ധപ്പെട്ട വഞ്ചനാ കേസിൽ പ്രതികൾക്ക് വീണ്ടും തിരിച്ചടി. കേസ് പരിഗണിക്കാൻ ചോറ്റാനിക്കര മജിസ്ട്രേറ്റ് കോടതിക്ക് അധികാരമില്ലെന്ന പ്രതികളുടെ വാദം കോടതി തള്ളി. ഈ മാസം 31-ന് പ്രതികളെ കുറ്റപത്രം വായിച്ചു കേൾപ്പിക്കും. മുട്ടിൽ മരമുറി വഞ്ചനാ കേസ് പരിഗണിക്കാൻ ചോറ്റാനിക്കര കോടതിക്ക് അധികാരമില്ലെന്ന പ്രതികളുടെ വാദം കോടതി തള്ളിയിരിക്കുകയാണ്. കേസ് പരിഗണിക്കാൻ പൂർണ്ണ അധികാരമുണ്ടെന്ന് വ്യക്തമാക്കിയ ചോറ്റാനിക്കര മജിസ്ട്രേറ്റ് കോടതി ഈ മാസം 31-ന് പ്രതികളെ കുറ്റപത്രം വായിച്ചു കേൾപ്പിക്കാൻ ഉത്തരവിട്ടു. കേസിലെ 1-ാം പ്രതി നേരിട്ട് കോടതിയിൽ ഹാജരാകണമെന്ന് കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതേസമയം പ്രതികളായ ആന്റോ അഗസ്റ്റിൻ, ജോസ്കുട്ടി അഗസ്റ്റിൻ എന്നിവരുടെ അപേക്ഷ പരിഗണിച്ച് 2 പേർക്കും വീഡിയോ കോൺഫറൻസിംഗ് വഴി 31-ന് ഹാജരാകാൻ കോടതി അനുവാദം നൽകി. വഞ്ചന കുറ്റവുമായി ബന്ധപ്പെട്ട തുടർ നടപടികൾ വേഗത്തിലാക്കാനാണ് കോടതിയുടെ നിർദ്ദേശം. വനം വകുപ്പിന്റെ പെർമിറ്റ് ഉണ്ടെന്ന് തെറ്റിദ്ധരിപ്പിച്ച് അനധികൃതമായി മുറിച്ചു കടത്തിയ മരങ്ങൾ അമ്പലമേട്ടിലെ മരക്കമ്പനി ഉടമയ്ക്ക് വിറ്റഴിച്ച് വിശ്വാസവഞ്ചന നടത്തിയെന്നാണ് കേസ്. അമ്പലമേട് പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ തുടർ നടപടികൾ സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ട് പ്രതികൾ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. വഞ്ചനാ കുറ്റം നിലനിൽക്കില്ലെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു അഗസ്റ്റിൻ സഹോദരന്മാരുടെ ഹർജി. എന്നാൽ ഹൈക്കോടതി കഴിഞ്ഞ ദിവസം ഈ ആവശ്യം തള്ളി. അമൃത ന്യൂസ്, കൊച്ചി. മെസ്സി ഉൾപ്പെടെയുള്ള അർജന്റീന ഫുട്ബോൾ ടീമിനെ കേരളത്തിലെത്തിക്കുമെന്ന് പറഞ്ഞ് നികുതി വെട്ടിപ്പ് നടത്തിയ കേസിലെ അന്വേഷണ റിപ്പോർട്ട് ഉടൻ മുഖ്യമന്ത്രിക്ക് കൈമാറും. GSTയുടെ പ്രത്യേക അന്വേഷണ സംഘം നടത്തിയ അന്വേഷണ റിപ്പോർട്ട് GST കമ്മീഷണർക്ക് സമർപ്പിച്ചു. റിപ്പോർട്ട് ലഭിച്ചാൽ കൃത്യമായ നടപടി ഉണ്ടാകുമെന്ന് മുഖ്യമന്ത്രിയും വ്യക്തമാക്കിയിട്ടുണ്ട്. തട്ടിപ്പിൽ കൂടുതൽ അന്വേഷണം നടക്കും. മെസ്സിയെയും കൂട്ടരെയും കേരളത്തിലെത്തിക്കാമെന്ന പേരിൽ 126 കോടി രൂപയാണ് സ്പോൺസറായ റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി വിദേശത്തേക്ക് അയച്ചത്. ഇതുപ്രകാരം 22 കോടിയോളം രൂപ GST ആയി അടയ്ക്കേണ്ടതുണ്ട്. എന്നാൽ അതു നൽകിയില്ല. കാഞ്ഞങ്ങാട് GST ഇന്റലിജൻസ് ഓഫീസറാണ് ഇത് സംബന്ധിച്ച ആദ്യമായി റിപ്പോർട്ട് ചെയ്തത്. ഈ കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിൽ LDF സർക്കാർ ഇദ്ദേഹത്തെ സ്ഥലം മാറ്റി. GST വിജിലൻസ് ഓഫീസറായി മറ്റൊരാളെത്തി സമൻസ് അയച്ചെങ്കിലും സ്പോൺസർമാർ ഹാജരായില്ല. തുടർന്ന് ഇത് സംബന്ധിച്ച് സർക്കാർ ഒരു നടപടിയും സ്വീകരിച്ചില്ല. ഇപ്പോൾ നടന്ന SIT അന്വേഷണത്തിൽ നികുതി ഈടാക്കാത്തതിൽ 3 ഉന്നത ഉദ്യോഗസ്ഥർക്കെതിരെ വീഴ്ച കണ്ടെത്തി ചാർജ് മെമ്മോ നൽകിയിട്ടുണ്ട്. ഒരു ഉദ്യോഗസ്ഥൻ കൂടി തട്ടിപ്പിൽ പങ്കുണ്ടെന്നാണ് കണ്ടെത്തൽ. അതേസമയം അന്വേഷണത്തിന്റെ പ്രാഥമിക റിപ്പോർട്ട് GST കമ്മീഷണർക്ക് സമർപ്പിച്ചു കഴിഞ്ഞു. വിവിധ ആളുകളെ ചോദ്യം ചെയ്യുകയും മൊഴികൾ രേഖപ്പെടുത്തുകയും തെളിവുകൾ ശേഖരിക്കുകയും ചെയ്തിട്ടുണ്ട്. റിപ്പോർട്ട് ഉടൻ മുഖ്യമന്ത്രിക്ക് കൈമാറും. റിപ്പോർട്ട് ലഭിച്ചാലുടൻ കർശന നടപടി സ്വീകരിക്കുമെന്ന് മുഖ്യമന്ത്രിയും അറിയിച്ചു. അത് പരിഗണന കിട്ടിയിട്ടുണ്ട്. അതൊരു തീരുമാനം സർക്കാർ എടുത്തിട്ട് നിങ്ങൾ അറിയിക്കും. എപ്പോഴാണ് ഉണ്ടാവുക? അത് ഉടനെ തന്നെ ഉണ്ടാവും, താമസിക്കില്ല. അതുപോലെ തന്നെ ഞാൻ സ്ഥലത്തില്ലായിരുന്നോണ്ടാണ്. വലിയ ചർച്ചയായി മാറിയ തട്ടിപ്പിൽ GST മാത്രമല്ല ആദായ നികുതിയിലും തട്ടിപ്പ് നടത്തിയിട്ടുണ്ട്. ഇത് സംബന്ധിച്ച കൂടുതൽ അന്വേഷണവും ഇനി സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകും. അമൃത ന്യൂസ്, തിരുവനന്തപുരം. അർജുൻ ആയങ്കിക്കെതിരെ കാപ്പ ചുമത്തി. കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ സമർപ്പിച്ച ശുപാർശ ജില്ലാ കളക്ടർ അംഗീകരിച്ചു. 7 വർഷത്തിനുള്ളിൽ 9 ക്രിമിനൽ കേസുകളിൽ പ്രതിയായ അർജുൻ ആയങ്കി സമൂഹത്തിന് ഭീഷണിയാണെന്നാണ് വിലയിരുത്തൽ. പ്രതിയെ കരുതൽ തടങ്കലിൽ പാർപ്പിക്കാനും ഉത്തരവിട്ടു. യൂസഫ് അഗസ്റ്റിനാണ് ഈ റിപ്പോർട്ട് നൽകിയത്. മുത്തങ്ങ അബ്ദുൾ സലാം വധശ്രമ കേസിൽ ഗീതാനന്ദൻ അടക്കമുള്ള 4 പ്രതികളുടെ ശിക്ഷ മരവിപ്പിച്ച് ഹൈക്കോടതി. പ്രതികൾക്ക് ജാമ്യം അനുവദിച്ചു. അപ്പീലിൽ വിശദമായ വാദം പിന്നീട് നടക്കും. താൽക്കാലികമായിട്ടാണ് ശിക്ഷ മരവിപ്പിച്ചിരിക്കുന്നത്. ഓരോരുത്തരും 46,000 രൂപ കെട്ടിവെക്കണമെന്ന് കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. ഗീതാനന്ദൻ അടക്കമുള്ള പ്രതികൾ നൽകിയ അപ്പീലിൽ പിന്നീട് വിശദമായി വാദം കേൾക്കും. വിചാരണ കോടതി വിധിയിൽ പിഴവുകളുണ്ടെന്ന് ഹൈക്കോടതി നേരത്തെ നിരീക്ഷിച്ചിരുന്നു. പോലീസ് ഉദ്യോഗസ്ഥൻ സലാമിനെ ആക്രമിക്കാൻ ശ്രമിച്ച കേസിൽ M ഗീതാനന്ദൻ ഉൾപ്പെടെ 4 പ്രതികൾക്ക് 5 വർഷം കഠിന തടവും
10,000 രൂപ പിഴയും ശിക്ഷയാണ് വയനാട് ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതി വിധിച്ചത്. വീണ വിജയനെതിരായ അന്വേഷണത്തിൽ പ്രതികരിക്കേണ്ടത് അതുമായി ബന്ധപ്പെട്ട ആളുകളാണെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഈ സ്ഥാനത്തിരുന്ന് താൻ കമന്റ് പറയുന്നത് അനൗചിത്യമാണ്. ഇടതുപക്ഷം പറയുന്നതൊന്ന്, ചെയ്യുന്നത് വേറൊന്ന്. അക്കാര്യങ്ങൾ ജനങ്ങൾക്ക് മനസ്സിലാകുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഒരു അന്വേഷണം നടക്കുകയല്ലേ, ഞാൻ ആ അന്വേഷണത്തിന്റെ ഇടയിൽ കയറി മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ അതിനെക്കുറിച്ചൊരു കമന്റ് പറയുന്നതിൽ ഒരു അനൗചിത്യമുണ്ട്. പിന്നെ ആളുകൾ കാണുന്നുണ്ടല്ലോ, എല്ലാവരും കാണുന്നുണ്ടല്ലോ. അവർ പറയുന്നതും അവരുടെ പ്രവൃത്തിയും തമ്മിലുള്ള വ്യത്യാസം ആളുകൾ തിരിച്ചറിയുന്നുണ്ടല്ലോ. അതറിയട്ടെ. ഞാനൊരു അന്വേഷണം, ഒരു ഏജൻസി, കേന്ദ്ര ഏജൻസി അന്വേഷണം നടത്തുന്നതിൻ്റെ ഇടയിൽ ഞാൻ ഈ സ്ഥാനത്തിരുന്നുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ചൊരു കമന്റ് പറയുന്നതിൽ ഒരു അനൗചിത്യമുണ്ട്. ശരിയല്ല. കൊച്ചി മെട്രോയുടെ പേര് മാറ്റുന്നതുമായി ബന്ധപ്പെട്ട് KMRL നടത്തിയ നീക്കങ്ങളിൽ സർക്കാരിന് അതൃപ്തി. പേരുമാറ്റം പരിഗണനയിലില്ലെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞു. സർക്കാരിനോട് ആലോചിക്കാതെ വാർത്ത നൽകിയെന്നും പിന്നെ താനെന്തിന് പ്രതികരിക്കണമെന്നും മുഖ്യമന്ത്രി ചോദിച്ചു. KMRL MD ലോക്നാഥ് ബെഹ്റയാണ് കൊച്ചി മെട്രോയ്ക്ക് പകരം കേരളം മെട്രോ എന്ന് പേര് നൽകാനുള്ള നീക്കം നടത്തിയത്. നമ്മളൊക്കൊന്നും അറിയില്ല, നമുക്കൊന്നും അറിയത്തില്ല. അന്ന് സർക്കാരുമായിട്ട് ആലോചിക്കാതെ ഏകപക്ഷീയമായി പറയുന്ന കാര്യമാണ്. സർക്കാരുമായിട്ട് ഇതുവരെ അത്ര ഒരു ആലോചന നടന്നിട്ടില്ല. സർക്കാരിന്റെ പരിഗണനയിലും ആ കാര്യമില്ല. സർക്കാരുമായിട്ട് അവർ ആലോചിക്കാതെ അവർ പത്രവാർത്ത കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ എന്തിനാ പ്രതികരിക്കുന്നത്? സർക്കാരിന്റെ പരിഗണനയിലില്ല അങ്ങനെ ഒരു വിഷയം. ഭാവിയിലേക്ക് മാറ്റുന്നത് അല്ലെന്ന് എന്തിനാ ഇപ്പൊ ആലോചിക്കുന്നത്? അങ്ങനെ ഒരു ആലോചന സർക്കാരിന്റെ പരിഗണനയിലില്ല. ആ വിഷയമില്ല. അവരാലോചിച്ചാൽ പോരല്ലോ, സർക്കാർ ആലോചിക്കണ്ടേ. ക്ഷേമ പെൻഷൻ വിതരണത്തിൽ നിന്നും സഹകരണ സംഘങ്ങളെ ഒഴിവാക്കാനുള്ള ധനവകുപ്പ് തീരുമാനം കഴിഞ്ഞ സർക്കാർ നടത്തിയ രാഷ്ട്രീയവൽക്കരണം മൂലമെന്ന് മന്ത്രി M. ലിജു. 1450 സഹകരണ സംഘങ്ങൾ വഴിയാണ് ക്ഷേമ പെൻഷൻ വിതരണം നടത്തിയിരുന്നത്. കുറ്റമറ്റ രീതിയിലായിരുന്നുവെങ്കിൽ അതിന്റെ ഗുണം സഹകരണ സംഘങ്ങൾക്കായിരുന്നു. കിടപ്പ് രോഗികൾക്കടക്കം അവശരായവർക്ക് സഹകരണ സംഘം വഴിയുള്ള ക്ഷേമ പെൻഷൻ വിതരണം തുടരുമെന്ന് മുഖ്യമന്ത്രി അറിയിച്ചിട്ടുണ്ടെന്നും മന്ത്രി വ്യക്തമാക്കി. സഹകരണ മേഖലയെ സംബന്ധിച്ച് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഒഴിവാക്കുന്നതിനെതിരായിട്ട് സഹകരണ സംഘങ്ങൾക്ക് നിലപാടുകളുണ്ട്. അതൊരു ധനകാര്യ വകുപ്പിൻ്റെ തീരുമാനമായിരുന്നു, ഒരു ഫിനാൻഷ്യൽ ഡിസിഷനായിരുന്നു അത്. കാരണം വിതരണം അവരുടെ ധനകാര്യ വകുപ്പാണല്ലോ അതിലെ പ്രധാന പങ്ക് വഹിക്കുന്നത്. സഹകരണ മേഖലയെ സംബന്ധിച്ചിപ്പോൾ ഒരു സംഘത്തിന് വിതരണം നടത്തുമ്പോൾ ഒരു വീട്ടിൽ കൊടുക്കുമ്പോൾ 25 രൂപ സംഘങ്ങൾക്ക് ലഭിക്കും, 5 രൂപ ഒരു വിതരണക്കാരന് ലഭിക്കും. പിന്നെ സഹകരണ കൺസോർഷ്യം വഴി ഏകദേശം 40,000-ഓളം കോടി രൂപ അടുത്ത് സംഘങ്ങൾ സഹകരണ കൺസോർഷ്യം വഴി സഹകരണ പെൻഷനായി കൊടുത്തിട്ടുണ്ട്. സഹകരണ മേഖലയിൽ വലിയ പങ്കാളിത്തം ഉണ്ടായിരുന്നു ഈ ഒരു സാമൂഹ്യ സുരക്ഷാ പദ്ധതിയിൽ. അതോടൊപ്പം തന്നെ സഹകരണത്തിലെ മേഖലയിൽ നിൽക്കുന്ന സംഘങ്ങൾക്കും ജീവനക്കാർക്കും ഇത് പ്രയോജനം ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ അതേ സമയത്ത് തന്നെ ഇതിൻ്റെ സാമ്പത്തികമായ പല വിഷയങ്ങൾ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കൊണ്ടു കൊടുക്കുമ്പോൾ പല സ്ഥലങ്ങളിലും മരണമടഞ്ഞവരെക്കുറിച്ചുള്ള വിവരങ്ങൾ പോലും കൃത്യമായി കൊടുക്കുന്നില്ല. അപ്പോൾ എന്ത് സംഭവിക്കുന്നു? അല്ലാതെ ആളുകൾക്ക് പെൻഷൻ കൊടുത്തുകൊണ്ടിരിക്കുകയാണെന്നുള്ള അവസ്ഥയുണ്ടാകുന്നു. അധികം വരുന്ന തുക കൃത്യമായിട്ട് തിരിച്ചടയ്ക്കുന്നില്ല എന്നുള്ള ആക്ഷേപം. കൂടാതെ ബെവ്കോയെ നഷ്ടത്തിലേക്ക് നയിച്ചത് LDF സർക്കാരിന്റെ തീരുമാനമെന്ന് മന്ത്രി M. ലിജു. സർക്കാരിലേക്ക് അടയ്ക്കേണ്ട ഗാലനേജ് ഫീസ് വർദ്ധിപ്പിച്ചത് LDF സർക്കാരാണ്. കേസിന് 5 പൈസ എന്നത് 10 രൂപയായാണ് വർദ്ധിപ്പിച്ചത്. ഇതുപ്രകാരം 2.5 കോടിയായിരുന്ന നികുതി 250 കോടിയായി ഉയർന്നു. ഫീസ് കുറയ്ക്കാൻ മുഖ്യമന്ത്രിയുമായി ചർച്ച നടത്തും. മദ്യനയത്തിന്റെ ചർച്ച സെപ്റ്റംബർ ആദ്യവാരം ആരംഭിച്ച് വേഗത്തിൽ പൂർത്തിയാക്കുമെന്നും മന്ത്രി പറഞ്ഞു. ഇപ്പോൾ അല്ല നഷ്ടത്തിലായത്, കഴിഞ്ഞ സർക്കാർ എടുത്ത തീരുമാനം കൊണ്ടാണ് നഷ്ടത്തിലായത്. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ ബെവ്കോയുടെ ഉൽപ്പാദനം അവരുടെ 21,000 കോടിയിലേക്ക് വർദ്ധിക്കുകയാണ് ചെയ്തത്, വിൽപ്പനയും മറ്റു കാര്യങ്ങളും. പക്ഷേ 5 പൈസയായിരുന്ന ഗാലനേജ് ഫീ 10 രൂപയായി ഉയർത്തിയതോടെ 400 കോടിയിൽ പരം രൂപയാണ് ബെവ്കോയ്ക്ക് ഒറ്റയടിക്ക് സർക്കാരിന് നൽകേണ്ടി വന്നത്. കഴിഞ്ഞ സർക്കാരിൻ്റെ അവസാന ഘട്ടത്തിൽ മാക്സിമം പണം എല്ലായിടത്തു നിന്നും പിടിച്ചെടുക്കുക എന്ന നയത്തിൻ്റെ ഭാഗമായി ഇത്തരത്തിൽ ഏർപ്പെടുത്തിയതോടെ അവരുടെ ലാഭവും കഴിഞ്ഞു. അതിനു പുറമെ റിസർവ് ഫണ്ടിൽ നിന്ന് തന്നെ പണമെടുത്താണ് കൊടുക്കേണ്ടി വന്നത്. അതുകൊണ്ടാണ് ഇത്തരത്തിലൊരു നഷ്ടമുണ്ടായത്. ഗണേഷ് കുമാറിനെതിരെ അധിക്ഷേപവുമായി വെള്ളാപ്പള്ളി നടേശൻ. KB ഗണേഷ് കുമാർ പരനാറി എന്ന് വെള്ളാപ്പള്ളി പറഞ്ഞു. ആലപ്പുഴയിൽ SN ട്രസ്റ്റിന്റെ യോഗത്തിലായിരുന്നു വെള്ളാപ്പള്ളിയുടെ പരനാറി പ്രയോഗം. ബാലകൃഷ്ണന്റെ മകൻ ഇത്രയും പരമനാറി ലോകത്തുണ്ട്. അവന് ഈ രാജ്യം മന്ത്രിയായ ഒരാളാണ് ഇല്ലേ? ഇത്രയും
സ്ത്രീ വിഷയത്തിലാണെങ്കിലും സാമ്പത്തിക കാര്യത്തിലാണെങ്കിലും ഇത്തരം കുഴപ്പം കാണിച്ചത് ഉമ്മൻചാണ്ടിയെ ചതിച്ചതിന് കൂലി കിട്ടിയതല്ലേ MLA സ്ഥാനം പിന്നെ മന്ത്രിസ്ഥാനവും. സ്വഭാവശുദ്ധി ജീവിതത്തിലുണ്ടോ? ഇതും ഈ രാഷ്ട്രീയത്തിൽ നമ്മൾ കാണുന്നുണ്ട്. അവരുടെ കയ്യിലിരിക്കട്ടെ, നമ്മുടെ കയ്യിലിരിക്കട്ടെ. ഇതൊന്നും എന്നെപ്പറ്റി ഇവർക്ക് പറയാനൊക്കുമോ? ഒരു വേലുമലിക്കാനും പോയിട്ടില്ല, കക്കാൻ പോയിട്ടില്ല ഇവരുടെ കയ്യിൽ. ഞാൻ നിങ്ങളെ ഏൽപ്പിച്ച ദൗത്യത്തിൽ അടിയുറച്ചതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി, സമുദായത്തിന് വേണ്ടി ആത്മാർത്ഥമായി പ്രവർത്തിക്കുമ്പോൾ എന്നെ ഒളിഞ്ഞും തെളിഞ്ഞും എതിർക്കാൻ വരുന്ന ശക്തികളുടെ പിന്നിൽ ആരെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ആറന്മുള വള്ളസദ്യയുടെ പേരിൽ വൻ തട്ടിപ്പ്. വള്ളസദ്യയിൽ പങ്കെടുപ്പിക്കാമെന്ന് വിശ്വസിപ്പിച്ച് ഓൺലൈൻ വഴി 500 രൂപ മുതൽ 5000 രൂപ വരെ വാങ്ങിയാണ് തട്ടിപ്പുകാർ ആളുകളെ ആറന്മുളയിൽ എത്തിക്കുന്നത്. ക്ഷേത്രത്തിലെത്തുമ്പോൾ മാത്രമാണ് തങ്ങൾ വഞ്ചിക്കപ്പെട്ട വിവരം ഭക്തർ അറിയുന്നത്. തട്ടിപ്പിനെതിരെ പള്ളിയോട സേവാ സംഘം പോലീസിൽ പരാതി നൽകി. ആറന്മുള വള്ളസദ്യയുടെ പേരിൽ സോഷ്യൽ മീഡിയ വഴിയാണ് ആളുകളെ കബളിപ്പിക്കുന്നത്. വള്ളസദ്യയിൽ പങ്കെടുപ്പിക്കാമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച ഒരാളിൽ നിന്ന് 500 രൂപ മുതൽ ഇവർ ഈടാക്കുന്നുണ്ട്. എന്നാൽ പണം നൽകി ക്ഷേത്രത്തിലെത്തുമ്പോഴാണ് സദ്യ ലഭിക്കില്ലെന്ന യാഥാർത്ഥ്യം ഭക്തർ അറിയുന്നത്. വള്ളസദ്യയ്ക്കായി പള്ളിയോട സേവാ സംഘം നൽകുന്ന സ്പെഷ്യൽ പാസുകൾ 10 ദിവസം മുൻപ് തന്നെ പൂർണ്ണമായും തീർന്നിരുന്നു. ഇക്കൊല്ലം ഇനി സ്പെഷ്യൽ പാസുകൾ ലഭ്യമാകില്ലെന്ന കാര്യം മറച്ചുവെച്ചാണ് സംഘം ആളുകളിൽ നിന്ന് പണം തട്ടുന്നത്. ഒരാൾക്ക് 500 രൂപ വെച്ച് മേടിച്ച് ഇവിടെ സൗകര്യങ്ങളെല്ലാം ചെയ്തുതരാൻ, തലേദിവസം വന്നാൽ ഹോട്ടലിലടക്കം എല്ലാ റൂമുകളും ചെയ്തു തരാവുന്ന വ്യാജേന മേടിക്കുകയും, അയാളുടെ ഒരു വാട്സപ്പ് നമ്പറാണ് ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നത്. അത് ഓരോരുത്തരായിട്ട് ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത്തരത്തിൽ കൊടുത്തിട്ട് ഇന്നലെ രാത്രിയിൽ അവർ വിളിച്ചിട്ട് അവരോട് പറഞ്ഞത് തൽക്കാലം അത് വരരുത്, ഞാൻ ഇവിടെ ഇല്ല, എന്നെ സസ്പെൻഡ് ചെയ്തു മാറ്റി, അതുകൊണ്ട് വരല്ലെന്നുള്ളത്. പക്ഷേ അവർക്ക് അന്നേരം ഒരു ബോധ്യമുണ്ടായി, ഇവിടെ വന്ന് അന്വേഷിച്ചപ്പോഴാണ് ഞങ്ങളിത് അറിയുന്നത്. അപ്പം അത് കഴിഞ്ഞ് ശേഷം ഉച്ചയായപ്പം വേറെ ആൾ ഫോണിൽ വിളിച്ചു, ഇങ്ങനൊരു ബിപിൻ ദാസ് ഉണ്ടോ, അവരിൽ നിന്ന് 4000 രൂപ മേടിച്ചിട്ടുണ്ട്. അപ്പം ഇതെല്ലാം കൂടെ ആയപ്പോൾ തന്നെ നമ്മൾ പരാതിയായി ഉന്നത പോലീസ് അധികാരികളെയും ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെയും അടക്കമുള്ളവരെ രേഖാമൂലം നമ്മളത് അറിയിച്ചിട്ടുണ്ട്. കേസെടുക്കണമെന്ന് ശക്തമായി ആവശ്യപ്പെട്ടിട്ടുണ്ട്. പള്ളിയോട സേവാ സംഘത്തിന്റെ ഔദ്യോഗിക വെബ്സൈറ്റ് വഴിയോ പള്ളിയോടക്കരക്കാർ വഴിയോ അതുമല്ലെങ്കിൽ വഴിപാടുകാർ വഴിയോ മാത്രമേ വള്ളസദ്യകൾ ലഭിക്കുകയുള്ളൂ എന്ന് ഭാരവാഹികൾ ഭക്തർക്ക് മുന്നറിയിപ്പും നൽകുന്നുണ്ട്. ഇത്തരത്തിൽ വെളിയിൽ ആര് സ്വീകരിച്ചാലും അതെടുക്കത്തില്ല. ഒന്നീ പള്ളിയോടക്കരക്കാർ അല്ലെങ്കിൽ വഴിപാടുകാർ, ഇത് രണ്ടുപേർക്കുമേ ഈ കൂപ്പൺ കൊടുക്കാൻ പറ്റൂ. ഇവർ രണ്ട് കൂട്ടരും ഒരു കാരണവശാലും സാമ്പത്തികം മേടിച്ചുകൊണ്ട് കൊടുക്കുന്നവരല്ല, അതാത് കരകൾക്ക് കൊടുക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് അത്തരത്തിൽ വഴിപാടാണ്, അത്തരത്തിൽ കൊടുക്കുന്നതാണ്. അതുകൊണ്ട് ആ രീതിയിൽ ഭക്തജനങ്ങൾ ശ്രദ്ധിക്കണമെന്ന് മാത്രമാണ് പറയാനുള്ളത്. തട്ടിപ്പിൽപ്പെട്ട് പണവും സമയവും നഷ്ടപ്പെടുന്ന കൂടുതൽ പേർ ഇപ്പോൾ പരാതിയുമായി രംഗത്തെത്തുന്നുണ്ട്. സംഭവവുമായി ബന്ധപ്പെട്ട് പള്ളിയോട സേവാ സംഘം ആറന്മുള സ്റ്റേഷനിൽ 2 പരാതികൾ നൽകിയിട്ടുണ്ട്. ഭക്തരെ കബളിപ്പിക്കുന്ന ഇത്തരം തട്ടിപ്പു സംഘങ്ങൾക്കെതിരെ കർശന നിയമ നടപടി വേണമെന്നാണ് പള്ളിയോട സേവാ സംഘത്തിന്റെ ആവശ്യം. അമൃത ന്യൂസ്, പത്തനംതിട്ട. കള്ളൻ വിജയൻ ലേഖന വിവാദത്തിൽ ദേശാഭിമാനി വാരാന്ത്യ പതിപ്പ് മുൻ എഡിറ്റർ KR അജയൻ രാജിവെച്ചു. നേരത്തെ വാരാന്ത്യ പതിപ്പിന്റെ ചുമതലയിൽ നിന്നും ഇദ്ദേഹത്തെ മാറ്റിയിരുന്നു. അജയനോട് റെസിഡന്റ് എഡിറ്റർ വിശദീകരണവും തേടിയിരുന്നു. കള്ളൻ വിജയൻ എന്ന തലക്കെട്ട് പാർട്ടി വിരുദ്ധമല്ലെന്ന മറുപടിയാണ് വാരാന്ത്യ പതിപ്പ് എഡിറ്റർ KR അജയൻ നൽകിയത്. തലക്കെട്ട് മാറ്റാൻ ആവശ്യപ്പെട്ടിട്ടും തയ്യാറാകാതെ മാധ്യമങ്ങൾക്ക് വിവരം ചോർത്തിയെന്ന് കാണിച്ചായിരുന്നു റെസിഡന്റ് എഡിറ്റർ കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിരുന്നത്. കോൺഗ്രസിനെതിരെ രൂക്ഷ വിമർശനവുമായി AP അബ്ദുള്ളക്കുട്ടി. വിദേശിയായ സോണിയാഗാന്ധിയെ രാജ്യം സ്നേഹിച്ചെങ്കിലും രാജ്യത്തോട് തിരികെ സോണിയാഗാന്ധി നന്ദി കാണിച്ചില്ല. വന്ദേമാതരം ആലപിക്കാത്ത ഒരേ ഒരു കോൺഗ്രസ് മുഖ്യമന്ത്രി VD സതീശനാണെന്നും നെഹ്റു കുടുംബം ലീഗിന്റെ താൽപര്യമാണ് സംരക്ഷിക്കുന്നതെന്നും അബ്ദുള്ളക്കുട്ടി ആരോപിച്ചു. സത്യത്തിൽ സോണിയാഗാന്ധി നമ്മുടെ ആ ഗീതത്തോട് മാത്രമല്ല, ഈ ഭാരത ഭൂമിയോട്, ആ ഭൂമിയിലെ 140 കോടി മക്കളോട് വലിയ നന്ദികേടാണ് കാണിച്ചിട്ടുള്ളത്. ഈ ഭാരത ഭൂമിയെ അവർ നിന്ദിച്ചിരിക്കുകയാണ്, അപമാനിച്ചിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ വന്ദേമാതരം ഗീതത്തിൻ്റെ അർത്ഥം സോണിയാഗാന്ധിക്ക് അറിയാത്തത് കൊണ്ടാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ KC വേണുഗോപാലോ മറ്റോ അവരെ ഉപദേശിച്ചു കൊടുക്കണം. അത് ഈ രാജ്യത്തെ, നമ്മുടെ മാതൃരാജ്യത്തെ വന്ദിക്കുന്നതാണ്, ബഹുമാനിക്കുന്നതാണ്. അത് മുസ്ലിങ്ങളുടെ വിശ്വാസത്തിനെതിരാണ് എന്ന് പറയുന്നത് അസംബന്ധമാണ്. ലീഗിനെതിരെ വീണ്ടും വെള്ളാപ്പള്ളി നടേശൻ. SNDPക്കെതിരായ സമരങ്ങൾക്ക് മുസ്ലിം ലീഗ് പണം മുടക്കുന്നുവെന്ന് വെള്ളാപ്പള്ളി നടേശൻ ആരോപിച്ചു. ലീഗിനെ പേടിച്ച് മിണ്ടാൻ കഴിയാത്ത അവസ്ഥയാണ്. മതം പറഞ്ഞവരെല്ലാം മന്ത്രിമാരായി. ലീഗിനെതിരായ വിമർശനങ്ങൾ മുസ്ലിം സമുദായത്തിനെതിരാക്കി മാറ്റിയെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു. എവിടം വരെയായി? ലീഗിനെ പേടിച്ച് ഇവിടെ ആർക്കും സഞ്ചരിക്കാനൊക്കാത്ത, മിണ്ടാനൊക്കാത്ത, പറയാനൊക്കാത്ത ഒരവസ്ഥയിലെത്തി.
ആ മുസ്ലിം ലീഗിൽപ്പെട്ട മുസ്ലിം സമുദായത്തിൽപ്പെട്ടവർ പണം കൊടുത്ത് ആളെ ഇറക്കി നമുക്കെതിരായിട്ട് പ്രകടനം നടത്തി തെളിവ് ഞാൻ ഫോട്ടോൻ്റെ ഇരിപ്പുണ്ട്, ആളുടെ പേരിൻ്റെ ഉണ്ട്. ഇതല്ല, ഇതിനെയൊക്കെ വലിയ പെരുന്നാളൊന്നുണ്ട് മാപ്പ പള്ളി പോയിട്ടില്ല. പുനർജനി പദ്ധതി പ്രകാരം മുഖ്യമന്ത്രി വി ഡി സതീശൻ നിർമ്മിച്ചു നൽകുന്ന വീടുകളുടെ ശിലാസ്ഥാപനം നടന്നു. പുതുതായി 5 വീടുകളാണ് പറവൂരിൽ നിർമ്മിക്കുന്നത്. പദ്ധതിയിൽ ക്രമക്കേടില്ലെന്ന് മുൻ സർക്കാരിന്റെ കാലത്ത് തന്നെ കണ്ടെത്തിയതാണെന്ന് ഉദ്ഘാടനം നിർവഹിച്ച് മുഖ്യമന്ത്രി പറഞ്ഞു. ഏത് ഏജൻസി അന്വേഷിച്ചാലും ക്ലീൻ ചിറ്റ് കിട്ടുമെന്ന് പറഞ്ഞിരുന്നുവെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. ആഭ്യന്തര വകുപ്പ് അല്ല നൽകിയത്, എനിക്ക് കഴിഞ്ഞ സർക്കാരാണ് ക്ലീൻ ചിറ്റ് നൽകിയത്. അതിവിടെ നിരന്തരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ 5 വീടുകളുടെ ശിലാസ്ഥാപനമാണ് ഇന്ന് രാവിലെ നടക്കുന്നത്. വേറെ ഒരു 5 വീടുകളുടെയും പിന്നെ ഒരു 4 വീടിന്റെ ഫ്ളാറ്റിന്റെയും പണി ഇപ്പൊ പൂർത്തിയാകാറായി. അതിവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നതിന്റെ ഇടയിലും ഇതെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ വർക്കെല്ലാം നടന്നുകൊണ്ടിരിക്കുക. അത് മുന്നോട്ട് പോകും. അത് അവർ തന്നെ അന്വേഷിച്ച് അവർ തന്നെ കണ്ടെത്തി ഒന്നുമില്ലെന്ന് വീണ്ടും അവർ ഒന്നും കൂടി അന്വേഷിച്ച്. കോഴിക്കോട് കമ്മത്ത് ലൈനിൽ നടന്ന സ്വർണ്ണ തട്ടിപ്പിൽ പ്രതിയെ പിടികൂടാനാകാതെ പോലീസ് 11 കടകളിൽ നിന്നായി 1.5 കോടിയാണ് കസ്റ്റമറെ കാണിക്കാനെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച് ജീവനക്കാരൻ കൈവശപ്പെടുത്തി കടന്നുകളഞ്ഞത്. കേസിൽ അന്വേഷണം നീളുന്നതിൽ പ്രതിഷേധിച്ച് കമ്മത്ത് ലൈൻ ഗോൾഡ് ആൻഡ് സിൽവർ മെർച്ചന്റ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ശനിയാഴ്ച ഉച്ചവരെ കടകളടച്ച് ഹർത്താൽ ആചരിക്കും. കമ്മത്ത് ലൈനിലെ നാഷണൽ ജ്വല്ലറി പാർട്ട്ണറായ സഫർനാസ് ആണ് 11 ജ്വല്ലറികളിൽ നിന്നായി 1.5 കോടി രൂപയുടെ സ്വർണ്ണാഭരണങ്ങളുമായി കടന്നുകളഞ്ഞത്. കസ്റ്റമർക്ക് കാണിക്കാൻ എന്ന് പറഞ്ഞാണ് ഇയാൾ സ്വർണ്ണാഭരണം കടകളിൽ നിന്നും എടുത്തത്. തിരിച്ചെത്തിക്കാത്തതിനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് സ്വർണവുമായി ഇയാൾ കടന്നുകളഞ്ഞതാണെന്ന് മനസ്സിലായത്. 1 മാസമായിട്ടും കേസിൽ അന്വേഷണം എവിടെയും എത്താത്ത സാഹചര്യത്തിലാണ് വ്യാപാരികൾ പ്രതിഷേധവുമായി രംഗത്തെത്തുന്നത്. ആസൂത്രിതമായി വളരെ പ്ലാനിങ്ങോട് കൂടിയിട്ട് ചെയ്ത നമ്മളെ കൂടെയുള്ള ഒരാൾ തന്നെ ചെയ്ത തട്ടിപ്പാണ്. ഇത്രയും നിസ്സാരനായിട്ടുള്ള ഒരാളെ കേരള പോലീസിന് കണ്ടെത്താൻ കഴിയില്ല എന്ന് പറയുമ്പോൾ കച്ചവടക്കാർക്ക് മുഴുവനായിട്ടും അതിന് ആശങ്കയുണ്ട്, പരിഭ്രാന്തിയുണ്ട്. അതെന്താവുന്നുള്ള ആശങ്ക നിങ്ങളോടൊപ്പം പങ്കുവയ്ക്കുകയാണ്. ഞങ്ങൾ അസോസിയേഷൻ എന്ന നിലയിൽ ഇതിനെതിരെ വളരെ ശക്തമായ രീതിയിൽ ഞങ്ങൾ പ്രതിഷേധിക്കുക. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രതിഷേധ സൂചകമായിട്ട് നാളെ ഞങ്ങൾ ഹർത്താൽ നടത്തുകയാണ്. ഇതിനിടയിൽ പ്രതി മുൻകൂർ ജാമ്യത്തിന് അപേക്ഷിക്കുകയും ചെയ്തിരുന്നു. കേസിൽ പ്രത്യേക ടീം രൂപവൽക്കരിച്ച് അന്വേഷണം നടത്തുന്നുവെന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത്. എന്നാൽ പ്രതിയെക്കുറിച്ച് പോലീസ് ഒരു തുമ്പും കണ്ടെത്തിയില്ലെന്നാണ് വ്യാപാരികളുടെ ആരോപണം. അമൃത ന്യൂസ്, കോഴിക്കോട്. BJP വിട്ട നടൻ ദേവൻ TVKയിൽ ചേർന്നു. TVKയുടെ കേരളത്തിലെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്ന സതീഷ് തോന്നയ്ക്കലിന്റെ സാന്നിധ്യത്തിലാണ് ദേവൻ TVKയിൽ ചേർന്നത്. വിജയ്ക്കൊപ്പം 30ഓളം സിനിമകളിൽ ദേവൻ അഭിനയിച്ചിട്ടുണ്ട്. മലപ്പുറം കൊണ്ടോട്ടിയിൽ കോളേജ് ഓണാഘോഷത്തിനിടെ MDMA പിടികൂടി. വിദ്യാർത്ഥികൾ എത്തിയ കാറിൽ നിന്നാണ് MDMA പിടികൂടിയത്. എക്സൈസിന്റെ വാഹനം കണ്ടപ്പോൾ വിദ്യാർത്ഥികൾ കാറിൽ നിന്ന് ഇറങ്ങി ഓടി. കണ്ടാലറിയാവുന്ന 3 പേരെ പ്രതിയാക്കി എക്സൈസ് അന്വേഷണം ആരംഭിച്ചു. തെന്നിന്ത്യൻ നടി സൗകാർ ജാനകി അന്തരിച്ചു. വാർദ്ധക്യ സഹജമായ അസുഖത്തെ തുടർന്ന് ചികിത്സയിലായിരുന്നു. തെലുങ്ക്, തമിഴ്, മലയാളം, കന്നഡ ഭാഷകളിലായി 400ഓളം സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. വിടവാങ്ങിയത് രാജ്യം പത്മശ്രീ നൽകി ആദരിച്ച പ്രതിഭ. മൗണ്ട് കാർമൽ റെസിഡൻഷ്യൽ സ്കൂളിലെ പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. മന്ത്രി K മുരളീധരനാണ് കെട്ടിടം ഉദ്ഘാടനം ചെയ്തത്. MLA-മാരായ N ശക്തൻ, വിൻസെന്റ് തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുത്തു. ഉദ്ഘാടനത്തിന് ശേഷം കുട്ടികളുടെ കലാപരിപാടികളും അരങ്ങേറി. ഓണം അടുത്തെത്തിയതോടെ ഓണക്കോടികളൊക്കെ എടുക്കേണ്ട ഓട്ടത്തിലാണ് എല്ലാവരും. തിരക്കിനിടയിൽ മോഷണം നടക്കുന്നതും പതിവാണ്. ഇതിനിടെ ജനങ്ങൾക്കായി ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിക്കുകയാണ് പോലീസ്. കോഴിക്കോട് നിന്ന് ലക്ഷ്മിപ്രിയ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം.
നമ്മുടെ സംസ്ഥാനത്ത് നമ്മുടെ ദേശീയോത്സവമായ ഓണം കടന്നു വരികയാണ്. ഓണത്തോടനുബന്ധിച്ച് നിങ്ങൾ സിറ്റിയിൽ പോകുന്ന സമയത്ത് സിറ്റിയിൽ കാര്യമായ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. ഈ തിരക്കിൻ്റെ ഇടയിൽ അന്യ സംസ്ഥാനത്തു നിന്നും നമ്മുടെ സംസ്ഥാനത്തു നിന്നുമുള്ള മോഷ്ടാക്കൾ അനേകം ആളുകൾ സിറ്റിയിൽ വന്നിട്ടുണ്ട്. അത് ജില്ലാ പോലീസിന് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇവർ വന്നതിൻ്റെ ഉദ്ദേശമെന്ന് വെച്ചെങ്കിൽ തിരക്ക് കൂടുന്ന സ്ഥലത്ത് ഈ തിരക്കിൻ്റെ ഇടയിൽ നിങ്ങളുടെ ശ്രദ്ധയെ തെറ്റിച്ചുകൊണ്ട് നിങ്ങളുടെ വിലപിടിപ്പുള്ള ആഭരണങ്ങളും നിങ്ങളുടെ കൈവശമുള്ള ക്യാഷ്, മൊബൈൽ ഫോൺ തുടങ്ങിയ വിലപിടിപ്പുള്ള സാധനങ്ങൾ കവർച്ച ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് അവർ വന്നിട്ടുള്ളത്. ഇതുപോലെ നിങ്ങൾ യാത്ര ചെയ്യുന്ന സമയത്ത് ഏത് വിധത്തിലാണ് നിങ്ങളുടെ ആഭരണങ്ങൾ സൂക്ഷിക്കേണ്ടത് എന്നതിനെ സംബന്ധിച്ച് ഞങ്ങളൊരു ചെറിയ ഡെമോ കാണിച്ചു തരാം. ഈ മോഷ്ടാക്കൾ അറിയാതെ, ആരും അറിയാതെ ഇത് എങ്ങനെ സേഫായി നമ്മുടെ ശരീരത്തോട് ചേർത്ത് വെക്കാം എന്ന് നമ്മൾ പഠിക്കുക. അതായത് ചെറിയൊരു സേഫ്റ്റി പിൻ ഉപയോഗിച്ച്, അതായത് വളരെ വില കുറഞ്ഞ ഒരു സേഫ്റ്റി പിൻ ഉപയോഗിച്ച് നിങ്ങളുടെ ഇത്രയും വില കൂടിയ ആഭരണങ്ങൾ എങ്ങനെ സേഫാക്കാം എന്നൊന്ന് കാണിച്ചു തരാം. ഈ തിരക്കിനിടയിൽ നിന്ന് ഈ മാല നിങ്ങൾ അറിയാതെ അവർ ചെറുതായി കട്ട് ചെയ്യും. കട്ട് ചെയ്തിട്ട് വലിക്കുന്ന സമയത്ത് നമ്മളിത് വസ്ത്രത്തോട് ചേർത്ത് ബന്ധിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾക്കത് അറിയാൻ കഴിയും. നമുക്ക് നഷ്ടപ്പെട്ടു പോകില്ല. കമ്മീഷണറുടെ നിർദ്ദേശപ്രകാരം കോഴിക്കോട് സിറ്റിയിലെ എല്ലാ പോലീസ് സ്റ്റേഷനിലുള്ള പോലീസുകാർ ഇതുപോലെ ഒരു ബോധവൽക്കരണം നടത്തുന്നത്. ആഭരണങ്ങൾ ധരിക്കുന്ന സമയത്ത് വലിയ വില കൂടിയ ആഭരണങ്ങൾ ധരിക്കാതെ അത്യാവശ്യമുള്ള ആഭരണങ്ങൾ മാത്രം ധരിച്ച് നിങ്ങൾ യാത്ര ചെയ്യുക. യാത്ര ചെയ്യുന്ന സമയത്ത് അപരിചിതരായി നിങ്ങളുടെ അടുത്തിരിക്കുന്ന ആളുകളെ നിങ്ങൾ സൂക്ഷിക്കുക. ആളുകൾ കൂട്ടം കൂടുന്ന സ്ഥലങ്ങളിൽ, തിക്കും തിരക്കും ഉണ്ടാകുന്ന സ്ഥലങ്ങളിൽ നിങ്ങൾ സ്വയം സൂക്ഷിക്കുക. സാർ പറഞ്ഞത് കേട്ട് ഇത്തരം ക്ലാസ്സുകളൊക്കെ നല്ലതാണ്. പിന്നെ പുറത്തു പോകുമ്പോഴൊക്കെ ഒന്നുകൂടെ ശ്രദ്ധിക്കാം. വന്ന് ക്ലാസ് എടുത്തന്ന് മനസ്സിലായി. ഓരോരുത്തരും ശ്രദ്ധിക്കണം. ഇങ്ങനെ ജില്ലയിൽ മുഴുവൻ ബോധവൽക്കരണ ക്ലാസുകളുമായി പോലീസ് മുന്നോട്ട് പോവുകയാണ്. ക്യാമറമാൻ KP ഷൈജുവിനൊപ്പം ലക്ഷ്മിപ്രിയ, അമൃത ന്യൂസ്, കോഴിക്കോട്. ഓണാഘോഷമായാൽ ഓണസദ്യ വേണം. ഓണസദ്യയ്ക്ക് തൂശനിലയും. മലയാളിക്ക് ഓണസദ്യ ഉണ്ണാനുള്ള തൂശനില എത്തുന്നത് കൂടുതലായും അയൽ സംസ്ഥാനങ്ങളിൽ നിന്നാണ്. ഓണത്തെ വരവേൽക്കാൻ മലയാളികൾ ഒരുങ്ങുമ്പോൾ കോട്ടയം ഇടമറുകിലെ ഈറ്റക്കൽ ഫാമിൽ വാഴയില ഒരുക്കുന്ന തിരക്കാണ്. മലയാളിക്ക് ഓണസദ്യ പോലെ തന്നെ പ്രധാനമാണ് അത് വിളമ്പുന്ന വാഴയിലയും. അയൽ സംസ്ഥാനങ്ങളിൽ നിന്നുമാണ് ഇവിടേക്ക് വാഴയില പ്രധാനമായും എത്തുന്നത്. കഴിഞ്ഞ 1.5 പതിറ്റാണ്ടിലേറെയായി വാഴയില മൊത്തവ്യാപാര രംഗത്ത് പേരെടുത്തവരാണ് കോട്ടയം ഇടമറകിലുള്ള ഈറ്റക്കൻ ഫാം. കോട്ടയം, ഇടുക്കി, പത്തനംതിട്ട, എറണാകുളം ജില്ലകളിലായി വിവിധ ഹോട്ടലുകൾ, കേറ്ററിംഗ് സ്ഥാപനങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ വാഴയിലകൾ സപ്ലൈ ചെയ്യുന്നത് ഇവരാണ്. തമിഴ്നാട്ടിലും കർണാടകയിലുമുള്ള സ്ഥലത്ത് സ്വന്തമായി കൃഷി ചെയ്ത് ഉൽപ്പാദിപ്പിച്ചും വാങ്ങിയും എത്തിക്കുന്ന വാഴയില തരം തിരിച്ച് മുറിച്ച് ആവശ്യാനുസരണം എത്തിച്ചു നൽകുകയാണ് ഇവർ. മലയാളികൾ ഓണാഘോഷത്തിലേക്ക് കടന്നതോടെ വാഴയിലയ്ക്കും ഡിമാൻഡ് വർദ്ധിച്ചു. ഒപ്പം വിലയും കൂടി. ഇപ്പം ഇലയ്ക്ക് ഭയങ്കര ക്ഷാമമാണ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീസൺ തുടങ്ങിയതേ തന്നെ ഭയങ്കര മുഹൂർത്തമായതിൻ്റെ പേരിൽ ഈ വർഷം തുടക്കത്തിലെ തന്നെ വില കൂടിയാണ് വരുന്നത്. ഇപ്പോൾ തമിഴ്നാട്ടിൽ തന്നെ അവിടുത്തെ മാർക്കറ്റിന് 4 രൂപ 75 പൈസ വാഴയിലയ്ക്കായി. ഇപ്പോൾ ഇവിടെ ഞങ്ങൾ കൊണ്ടുപോയി കൊടുക്കുന്നത് 5.50 രൂപയ്ക്കാണ് ഞങ്ങൾ ഇവിടെ കൊണ്ടുപോയി കൊടുക്കുന്നത്. ഇനി ഓണം തുടങ്ങിയില്ലേ ഉള്ളൂ. ഇനി അടുത്ത ദിവസങ്ങളിൽ എങ്ങനെ വരുമെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. തമിഴന്മാരാണ് ഇപ്പം വില നിയന്ത്രിക്കുന്നത്. തമിഴ്നാട്ടിൽ നിന്നാണ് ഇപ്പോൾ സാധനം വരുന്നത്. അപ്പോൾ അതാണ് ഇനിയുള്ള ദിവസങ്ങളിൽ എത്ര വില വരും എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഇന്നലെ കിട്ടിയ വില എന്ന് പറയുമ്പോൾ 4 രൂപ 75 പൈസയ്ക്കാണ് നമുക്കൊരു ഇല മേട്ടുപാളയത്ത് നമുക്ക് കിട്ടിയത്. കേരളത്തിനകത്തും വിവിധ സ്ഥലങ്ങളിലെ കർഷകരിൽ നിന്ന് വാഴയിലകൾ നേരിട്ട് വാങ്ങിയും വിപണനം നടത്തുന്നുണ്ട്. എന്നാൽ വാഴയില വിൽപ്പനയ്ക്കായി നമ്മുടെ നാട്ടിൽ വാഴകൃഷി കുറവാണ് എന്നതാണ് യാഥാർത്ഥ്യം. 4 രൂപ മുതൽ 5 രൂപ വരെ വില നൽകിയാണ് തമിഴ്നാട്ടിൽ നിന്നും കർണാടകയിൽ നിന്നും ഇലകൾ വാങ്ങുന്നത്. ഓണക്കാലമായതോടെ വാഴയില വിപണി സജീവമായി. ഓണാഘോഷങ്ങളോടനുബന്ധിച്ചുള്ള സദ്യയ്ക്ക് വാഴയില കൂടിയേ തീരൂ എന്നുള്ളതിനാൽ കടകളിൽ വാഴയിലയ്ക്ക് വൻ ഡിമാൻഡാണ്. നമ്മളിവിടെ കൊണ്ടുവന്നിട്ട് എല്ലാം പ്രത്യേകമായിട്ട് വെട്ടി ഒരുക്കി പാക്ക് ചെയ്താണ് വൃത്തിയായിട്ട് രീതിയിലാണ് അവർക്ക് ആൾക്കാർക്ക് എത്തിച്ചു കൊടുക്കുന്നത്. സ്ഥിരമായിട്ടുണ്ട്. അതുകൂടാതെ സീസണായി കഴിയുമ്പോഴത്തേക്കും കൂടുതൽ നമുക്ക് ഓർഡർ കിട്ടുന്നുമുണ്ട്. അതനുസരിച്ച് സാധനം ഇവിടെ ഡെലിവറി ചെയ്ത് കൊടുക്കുന്നുമുണ്ട്. പ്രത്യേകിച്ച് ഈ കോളേജുകൾ, സ്കൂളുകളൊക്കെ മൊത്തം അങ്ങനെ ഓണപ്പരിപാടി വരുമ്പോൾ കൂടുതൽ കൊടുക്കുന്നുണ്ട്. കാറ്റും മഴയും മൂലം കേരളത്തിൽ വാഴകൃഷി വ്യാപകമായി നശിച്ചതും മഴ കുറവ് മൂലം തമിഴ്നാട്ടിലും കർണാടകയിലും ഉൽപ്പാദനം കുറഞ്ഞതും വില ഉയരാൻ കാരണമായിട്ടുണ്ട്. നിലവിൽ 6 രൂപ മുതൽ 7 രൂപ വരെയാണ് വാഴയിലയുടെ മൊത്തവില. എന്നാൽ വരും ദിവസങ്ങളിൽ ഇത് ഉയരാനാണ് സാധ്യത. മലയാളിക്ക് ഓണം ആഘോഷിക്കാൻ ഓണപ്പൂക്കൾ മാത്രമല്ല, പച്ചക്കറികളും വാഴയിലയും വരെ തമിഴ്നാട്ടിൽ നിന്നും എത്തണം. കേരളത്തിൽ ഇത്തവണ ഉൽപ്പാദനം കുറഞ്ഞത് വില ഉയരുവാൻ കാരണമായി. വില ഇനിയും ഉയരുമെന്നാണ് മൊത്തവിതരണക്കാർ സൂചിപ്പിക്കുന്നത്. ഇടമറകിൽ നിന്നും ക്യാമറമാൻ ജിത്തുകൃഷ്ണനൊപ്പം പ്രശാന്ത് ജോസഫ്, അമൃത ന്യൂസ്.
ലോകകപ്പ് വനിതാ ഹോക്കിയിൽ 2ാം റൗണ്ടിൽ ഇന്ത്യ ഇന്ന് നെതർലൻഡ്സിനെ നേരിടും. രാത്രി 9:30 മത്സരം. ഇംഗ്ലണ്ടിനെ സമനിലയിൽ പിടിച്ചാണ് ഇന്ത്യ ഹോക്കി ലോകകപ്പിന്റെ 2ാം റൗണ്ടിൽ കടന്നത്. 4 ടീമുകൾ ഉൾപ്പെട്ട 2ാം റൗണ്ടിൽ ഗ്രൂപ്പിൽ ഇന്ത്യക്കൊപ്പം ചൈന, ഓസ്ട്രേലിയ, നെതർലൻഡ്സ് ടീമുകളാണുള്ളത്. 15 വർഷത്തെ കാത്തിരിപ്പിന് വിരാമമിട്ട് ലോക ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിൽ വനിതകളുടെ ഡബിൾസിൽ മെഡൽ ഉറപ്പിച്ച മലയാളി താരം ട്രീസ ജോളിയും ഗായത്രി ഗോപിചന്ദും. 2011 ജ്വാലാകുട്ടയും അശ്വനി പൊന്നപ്പയും മെഡൽ നേടിയ ശേഷം ആദ്യമായാണ് വനിതാ ഡബിൾസിൽ ഇന്ത്യ മെഡൽ ഉറപ്പിക്കുന്നത്. ഡൽഹിയിൽ നടന്ന ക്വാർട്ടർ ഫൈനലിൽ ചൈനയുടെ ജിയ ഈഫാൻ യാങ് ഷുസിയൻ സംഘത്തെ തകർത്താണ് ഇന്ത്യൻ സംഘം സെമി ഫൈനൽ യോഗ്യത നേടിയത്.